ഞങ്ങളുടെ ചുറ്റുമുള്ള പറമ്പിലും ഫലവൃക്ഷങ്ങളിലുമൊക്കെ ചെറിയ കിളികൾ വന്ന് തേൻ കുടിക്കാറുണ്ട്. നല്ല രസകരമായ സൗണ്ടും സംഗീതവും ഒക്കെ വളരെ ഇമ്പമാണ്. അതേ സമയത്ത് തന്നെയാണ് ഞങ്ങളൊരു ചെറിയ കിളിക്കൂട് ഒരാളുണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോയും കണ്ടത്. ഉടനെ തന്നെ എനിക്ക് കിട്ടിയ ഒരു ചെറിയ 4 ഇഞ്ച് PVC പൈപ്പിൻ്റെ ഒരു കഷ്ണം എനിക്ക് കിട്ടി. അദ്ദേഹം കൂടുണ്ടാക്കിയ ആ മാതൃകയിൽ ഞാനും ഒരു കൂടുണ്ടാക്കി. അല്പം വ്യത്യാസപ്പെടുത്തിയാണ് ഉണ്ടാക്കിയത്. ആ PVC പൈപ്പിൻ്റെ ഒരറ്റത്ത് 4 ഇഞ്ചിൻ്റെ തന്നെ ഒരു എൻഡ് ക്യാപ്പ് ഇട്ടാണ് അദ്ദേഹം ആ കിളിക്കൂടുണ്ടാക്കിയത്. അപ്പോൾ പണി ഒത്തിരി എളുപ്പമുണ്ട്. ഞാൻ എൻഡ് ക്യാപ്പ് ഉപയോഗിക്കുന്നതിന് പകരം ഞങ്ങളുടെ നാട്ടിൽ കമുക് എന്ന് പറയും, കമുകിൻ്റെ ഒരു ലീഫാണ് ഞാൻ ഉപയോഗിച്ചത്. കമുകിൻ്റെ പാള, ആ പാള ഒരു സൈഡിൽ കെട്ടി അവിടെ നൂൽക്കമ്പി കൊണ്ട് വലിച്ചു കെട്ടി. പിന്നീട് മറു സൈഡ് ഒരു ചെറിയ പലകയെടുത്ത് അത് പൈപ്പ് വെച്ച് അതിൻ്റെ ഡയമീറ്റർ രേഖപ്പെടുത്തി ഏകദേശം പകുതി വരുന്ന രീതിയിൽ, പകുതി പൈപ്പ് അടഞ്ഞിരിക്കാവുന്ന രീതിയിൽ ആ പലക കട്ട് ചെയ്ത് അത് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചു. കൂടാതെ കിളികൾ വന്ന് ഇരുന്നാൽ അതിനകത്തേക്ക് ഈസി ആയിട്ട് കൂട്ടിലേക്ക് കയറാൻ പാകത്തിന് ഒരു ചെറിയ കമ്പും കൂടെ അതിൻ്റെ മുൻവശത്ത് പിടിപ്പിച്ചു. പിന്നീട് ഈ കൂട് എല്ലാം റെഡി ആയിക്കഴിഞ്ഞ് ഞങ്ങളത് സൺഷെയ്ഡിൻ്റെ താഴെയുള്ള കുളത്തിൽ തൂക്കിയിട്ടു. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, അങ്ങനെ 6 മാസവും കഴിഞ്ഞു. ഞങ്ങളും മറന്നു ഈ കൂടിൻ്റെ കാര്യം, ഞങ്ങളുടെ വീട്ടുകാരും മറന്നു. ഒരു ദിവസം യാദർച്ഛിക ഈ കൂട്ടിലേക്ക് നോക്കിയപ്പോൾ അതിനകത്ത് നിന്നും ചെടികളൊക്കെ തൂങ്ങിക്കിടക്കുന്നതായിട്ട്, ചെറിയ ഉണങ്ങിയ പുല്ലുകൾ, ചെറിയ തൂവലുകളൊക്കെ തൂങ്ങിക്കിടക്കുന്നത് പോലെ തോന്നി. ഞങ്ങൾ അടുത്ത് നിന്ന് നോക്കിയപ്പോൾ അത് ശരിക്കും കിളി അതിനകത്ത് കൂട് വച്ചിരിക്കുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് തോന്നി. ആ കൂട് തൂങ്ങിക്കിടന്നത് ഞങ്ങളുടെ ഒരു ജനലിൻ്റെ പുറകുവശത്തായിട്ടാണ് ഈ സൺഷെയ്ഡിൻ്റെ താഴെ ഈ കൂടുണ്ടായിരുന്നത്. ഞങ്ങൾ വീടിനകത്ത് കയറി ആ ജനൽ തുറന്നിട്ട് മണിക്കൂറുകൾ നോക്കിയിരുന്നപ്പോൾ ഒരു ദിവസം കിളികൾ വന്ന് കയറുന്നത് ഞങ്ങൾ കണ്ടു. പിന്നീട് ക്യാമറയുമായിട്ടിരുന്ന് എടുത്ത പടങ്ങളാണിത്. അതുകൊണ്ട് അതെനിക്ക് പ്രചോദനമായി. എൻ്റെ പഴയ ഞാൻ ഈ കിളിക്കൂടുണ്ടാക്കിയ വീഡിയോസൊന്നും എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഞാൻ പിന്നെ പുതിയ ഒരെണ്ണം കൂടെ ഉണ്ടാക്കി, ആർക്കെങ്കിലും ഇത് കാണുമ്പോൾ ഉണ്ടാക്കുവാനായിട്ട് എളുപ്പത്തിന് ഒരെണ്ണം കൂടെ ഉണ്ടാക്കി അതിൻ്റെ പുറകിൽ വേറൊരു കുളത്തിൽ തൂക്കിയിട്ടു. അതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ആർക്ക് വേണമെങ്കിലും ഇങ്ങനെയൊരു കൂട് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. വളരെ മനോഹരമായി നമ്മുടെ കണ്ണിൻ്റെ ദൃഷ്ടിയിൽപ്പെടുന്ന ഈ ചെറിയ 2 കിളികൾ അത് അവിടെ വന്നിരുന്ന് ആ കൂടിനകത്ത് കയറി. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. അധികം ചിലവൊന്നും ആവുകയില്ല. ഒരു കഷണം 4 ഇഞ്ചിൻ്റെ പൈപ്പ് മാത്രം മതി. അത് ഒരു സൈഡ് ഞാൻ നാച്ചുറലായിട്ട് എനിക്ക് കിട്ടിയ കമുകും പാള കൊണ്ടാണ് അടച്ചത്. മറു സൈഡ് ചെറിയൊരു പലക ചെത്തി പകുതിയോളം അടയുവാൻ പാകത്തിന് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയായിരുന്നു.
ഒരു പക്ഷേ മടുത്തു പോകാതെ ഒരു 5, 6, 7 മാസങ്ങൾ തൂക്കിയിടുമ്പോൾ ഈ കിളികൾ കൂടന്വേഷിച്ച് മുട്ടയിടുന്ന കാലമാകുമ്പോൾ വന്ന് അതിനകത്ത് കയറി മുട്ടയിടുന്നതായിട്ട് എനിക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതും ഒരു കൂട് തൂക്കിയത്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും കഴിയുമെങ്കിൽ ഇത് പരീക്ഷിച്ച് നോക്കണം. നമുക്കൊരു പുതിയ അയൽവക്കംകാരെയും കൂടെ കിട്ടും.